serve him. It shall be accounted to the Lord for a generation. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സന്തതി അവരെ സേവിക്കുമെന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുമ്പോൾ KJV പരിഭാഷകളുള്ള ഇതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം വന്നതെന്ന് കരുതപ്പെടുന്നത് ഇംഗ്ലീഷ് KJV ആണ്. ഒരു രാജാവാണ് അത് ട്രാൻസ്ലേഷൻ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ടാണ് കിങ് ജെയിംസ് വേർഷൻ എന്ന് അതിന് പേര് വന്നത്. അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ അത് പറയുക, ഒരു സന്തതി അവനെ സേവിക്കുമെന്നും. അടുത്തതാണ് ബ്യൂട്ടിഫുൾ, അതിനെ ദൈവത്തിന്റെ അക്കൗണ്ടിൽ ഒരു തലമുറയായി എണ്ണപ്പെടും. ഒന്നുകൂടെ, ഒരു സന്തതി, നിങ്ങൾ എല്ലാവരും ഉണ്ടോ? ഉണ്ടല്ലോ. ഒരു സന്തതി അവനെ സേവിക്കും. ആ സേവിക്കുന്ന സന്തതിയെ യഹോവയുടെ അക്കൗണ്ടിൽ ഒരു തലമുറയായി എണ്ണപ്പെടും. അപ്പൊ നമുക്ക് ചെറിയ തെളിവ് കിട്ടി അല്ലേ? ഒരു തലമുറയെ കാണാനില്ലെന്നും തിരക്കി ചെന്നപ്പോൾ സങ്കീർത്തനത്തിൽ പറയുന്നു ഒരു സന്തതിയെ കിട്ടുമെന്നും ആ സന്തതിയെ ദൈവത്തിന്റെ അക്കൗണ്ടിൽ ഒരു തലമുറയായി എണ്ണപ്പെടുമെന്നും. ഈ 22-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത അറിയാമോ? അതൊരു പ്രൊഫറ്റിക് സങ്കീർത്തനമാണ്. റൈറ്റ്? ശരിയല്ലേ? ആ പ്രൊഫറ്റിക് സങ്കീർത്തനം എന്തിനെ കുറിച്ചുള്ള പ്രൊഫറ്റിക് ആണ്? യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള പ്രവചന സങ്കീർത്തനമാണ്. അപ്പോ യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ദാവീദ് രാജാവ് പ്രവചനാത്മാവിൽ എഴുതി വെച്ചതാണ്. അവന്റെ ക്രൂശിന് ചുറ്റും കാളകൂറ്റന്മാർ വരുമെന്നും അവന്റെ വസ്ത്രത്തെ പറിച്ചു കളയുമെന്നും അവന്റെ ശരീരം അടിച്ചു തകർക്കുമെന്നും യേശു കാൽവരി ക്രൂശിൽ കടന്നുകൊണ്ട് നിലവിളിക്കുമെന്നും ഒക്കെ എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് ഏറ്റവും ഒടുവിലായി ദാവീദ് പ്രവചിക്കുകയാണ്, ആ ക്രൂശീകരണം അവിടെ നടക്കുമ്പോൾ ഒരു സന്തതി പുറത്തു വരും. ആ സന്തതിയെ ഒരു തലമുറയായി എണ്ണും. കിട്ടുന്നുണ്ടോ? നമുക്കിതിനെ കുറിച്ച് ഇച്ചൂടെ ഡീപ്പായിട്ട് അറിയണമെന്ന് ചെറുക്കെങ്കിലും ആഗ്രഹമുള്ളത് കൊണ്ട് ക്രൂശീകരണത്തിന്റെ തന്നെ വേറൊരു പുസ്തകത്തിലേക്ക് നമ്മൾ വരികയാണ്. ഏറ്റവും മനോഹരമായ ക്രൂശീകരണത്തെ വിവരിച്ചിരിക്കുന്ന വേദപുസ്തകത്തിലെ മറ്റൊരു അധ്യായമാണ് ഐശയ്യാ 53. കറക്റ്റ്? ഐശയ്യാ 53. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിൽ ഇതിനെപ്പറ്റി ഒരു ചെറിയ തെളിവ് കൊടുത്തിട്ടുണ്ട്. വായിച്ചേ, 53-ാം അധ്യായം 9-10 വാക്യം, പ്രത്യേകിച്ചും അതിന്റെ 10-ാമത്തെ വാക്യം. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവ. യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യെശയ്യാ പ്രവചിച്ചു വന്നിട്ട് 10-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ബൈബിൾ ഉണ്ടെ തുറന്ന് നോക്കുക, വായിച്ചാൽ എന്നാൽ യേശുവിനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ യേശുവിന് കഷ്ടം വരുത്തി. യേശുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അകൃത്യയാഗമായി തീരുമ്പോൾ അവനൊരു സന്തതിയെ കാണും. യെശയ്യാവും അതിനെ ഉറപ്പിക്കുകയാണ്. യേശുവിന്റെ മരണം ഒരു സാധാരണ മരണമല്ല, അതൊരു സാക്രിഫൈസ് ആണ്, അതൊരു അകൃത്യയാഗമാണ്. ആ അകൃത്യയാഗത്തിന്റെ റിസൾട്ട് എന്താണ്? അതിലൂടെ ഒരു സന്തതി പുറത്തേക്ക് വരും. ക്രൂശീകരണത്തിൽ ഒരു സന്തതി പുറത്തു വരും. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിനെ സൃഷ്ടിച്ച് ദൈവം അവന്റെ വാരിയിൽ നിന്ന് ഹവ്വയെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ പറഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ ആദാം ക്രൂശിൽ കിടക്കുക, അവന്റെ വിലാപ്പുറത്തുനിന്ന് ദൈവം സഭയെ പുറത്തു കൊണ്ടുവന്നു. ആദാമിന്റെ വാരിയലിൽ നിന്നും ഹവ്വ പുറത്തു വന്നതുപോലെ ഒടുക്കത്തെ ആദാമായ യേശുവിന്റെ വിലാപ്പുറത്തുനിന്ന് സഭ പുറത്തു വരികയാണ്.
ഇതിനെ പ്രവചിക്കുന്ന യെശയ്യാവ് പറയുന്നു, അത് സാധാരണ നോർമലായി നടന്നതല്ല. അവനെ അകൃത്യയാഗമാക്കിയിട്ട് അവനകത്തുനിന്നൊരു സന്തതി പുറത്തു വരണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതിനെ അവിടെ മറച്ചു വെച്ചു, അകൃത്യയാഗത്തിലൂടെ പുറത്തു കൊണ്ടുവന്നു. അകൃത്യയാഗത്തിലൂടെ പുറത്തു കൊണ്ടുവന്നു. ആ സന്തതിയെ കുറിച്ച് സങ്കീർത്തനത്തിൽ ഇനി ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 30-ാമത്തെ അധ്യായം പറയുകയാണ്, a seed shall serve him. It shall accounted to the Lord for a generation. ഒരു സന്തതി അവനെ സേവിക്കും. ആ സന്തതിയെ ഒരു തലമുറയായി എണ്ണപ്പെടും. മുമ്പ് ഞാൻ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 3 മുതൽ 16 വരെ വായിക്കുമ്പോൾ 16 വരെ വായിക്കുമ്പോൾ 41 തലമുറയേ ഉള്ളൂ. എന്നാൽ സങ്കീർത്തനത്തിൽ പറയുന്നു, ഇവിടെ വേറൊരു തലമുറയെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ തലമുറയെ, ആ സന്തതിയെ ഒരു തലമുറയായി എണ്ണം. ഒരു തലമുറ, എല്ലാവരും പറയട്ടെ, ഒരു തലമുറയാണ്. വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ക്രൂശീകരണത്തിലൂടെ പുറത്തു വരുന്ന സന്തതിയെ ഒരു തലമുറയായി എണ്ണും. സാധാരണ വേദപുസ്തക ഭാഷയിൽ തലമുറ എന്ന് പറഞ്ഞാൽ 40 വർഷത്തെയാണ്. മനസ്സിലായോ? 40 വർഷത്തെ. പക്ഷെ ഇവിടെ ക്രൂശീകരണത്തിലൂടെ പുറത്തു വരുന്ന സന്തതിയെ നോക്കി പറയുന്നു, അതിനെ ഒരു സന്തതിയായി എണ്ണും. കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നത് വരെ അത് ഒരു തലമുറയായി എണ്ണും. കണക്കിന്റെ ഉത്തരം പറഞ്ഞവർ ഒന്നുകൂടെ എന്നോട് പറയണം. 41, മത്തായി 1:16 വരെ 41 സന്തതി. അതിന്റെ കൂടെ സങ്കീർത്തനത്തിൽ നിന്ന് ഈ സന്തതിയെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. 41 + 1 = 42. കാണാതെ പോയ സന്തതിയെ കണ്ടുകിട്ടി. എവിടെ നിന്ന് കണ്ടുകിട്ടി? ക്രൂശിൽ നിന്ന് കണ്ടുകിട്ടി. അതിന്റെ ഉത്തരം ക്രൂശീകരണത്തിലൂടെ പുറത്തു വന്ന സന്തതിയാണ് 42-ാമത്തെ തലമുറ. എന്റെ ചോദ്യം, ഇതിനകത്ത് ആ സന്തതി ഉണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ആ സന്തതിയെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ ഗുഡ് ന്യൂസ് പറയാം, 42-ാമത്തെ സന്തതിയുടെ ശബ്ദമാണ് ഇന്ന് രാത്രി ഹോളിനകത്ത് മുഴങ്ങുന്നത്. അത് മനസ്സിലാകുവാൻ അടിച്ചോണ്ടാണ് പറഞ്ഞു. കാണാതെ പോയ തലമുറ 42-ാമത്തെ തലമുറ. എന്റെ സിമ്പിൾ ചോദ്യം, 42-ാമത്തെ തലമുറ എവിടെ? എവിടെ? ഉത്തരം പറയാമോ? ആരോ ഒരാൾ പറഞ്ഞു. 42-ാമത്തെ തലമുറ എവിടെ? ഒന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു. ആ തലമുറയ്ക്കകത്തുള്ളവരായത് രാത്രി അടുത്ത 25-30 മിനിറ്റ് ആ തലമുറയുടെ 3 പ്രത്യേകതകൾ ഞാൻ പറയാൻ പോകുക. ആ തലമുറയുടെ 3 പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത 22-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ഒരു സന്തതി വരുന്ന തലമുറയോട്. ഈ സന്തതിയുടെ ഒന്നാമത്തെ പ്രത്യേകത KJV പറയുന്നു, ഇതിനെ 41-ന്റെ കൂടെ ആഡ് ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒന്നുകൂടെ പറയാം. ഈ തലമുറയെ 41-ാമത്തെ തലമുറയോട് കൂടെ ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ കാട്ടൊരുവായിരുന്ന നമ്മെ നാട്ടൊരുവിനോട് കൂടെ ഒട്ടിച്ചു. ഇതിനോട് യാതൊരു ബന്ധവുമില്ലാതെ കിടന്നിരുന്ന നമ്മെ അവന്റെ രാജകീയ പുരോഹിത വർഗമാക്കി, സ്വന്തം മക്കളാക്കി, വിശുദ്ധ ജനമാക്കി മാറ്റി. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച നിന്നെ അതിനോട് ചേർത്തുപിടിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി
ഇതിന് എന്താ വില കൊടുത്തതെന്ന് ചോദിച്ചാൽ കാൽവരിയിൽ യേശു തന്റെ രക്തം പ്രായശ്ചിത്തമായി കൊടുത്തു. നമ്മളെ ആ കുടുംബത്തോട് ചേർത്തു. കൊലോസ്യലേഖനത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ദൂരസ്ഥരായിരുന്ന നമ്മളെ അവൻ സമീപസ്ഥരാക്കി മാറ്റി. ശത്രുക്കളായിരുന്ന നമ്മളെ പുത്രന്മാരാക്കി മാറ്റി. ദാസന്മാരായിരുന്ന നമ്മളെ അവകാശികളാക്കി മാറ്റി. ഒന്നും കഴിവില്ലെന്ന് പറഞ്ഞ നമ്മുടെ മേൽ അവന്റെ കൃപയെ പകർന്നു. രാത്രി ആരാധന ഒരു കേവലം ആരാധനയായി മാറാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഓർത്തോണ്ട് ഇവിടെ ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല, ബുദ്ധിമുട്ടാണേ ചെയ്യണ്ട, ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തെന്ന് പറഞ്ഞാട്ടെ. നമ്മൾ 42ാമത്തെ തലമുറയാണ്. അത് ഭയങ്കരമാണ്, അത് ഭയങ്കരമാണ്. 42ാമത്തെ അടുത്ത പ്രത്യേകതകൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് തീ കത്തും ഉറപ്പാണ്. നീ ഒരു സാധാരണ വ്യക്തിയായിട്ടില്ല കൂടി കയറിയതല്ല. ഒരുപക്ഷെ രോഗമോ കടഭാരമോ ശാപമോ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കാം ഈ പ്രാർത്ഥനയിലേക്ക് നിന്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ടത്. എന്നാൽ നീ അറിഞ്ഞില്ല, ഭൂലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നിന്റെ പേരെഴുതി വെച്ച് നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ച് ഇതിനകത്തേക്ക് ചേർക്കുവാൻ അവന് പദ്ധതി തോന്നിയ ലോക ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കാൻ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്നെ അവിടുത്തെ മാനനാക്കി മാറ്റിയല്ലോ, നിത്യജീവന്റെ അവകാശിയാക്കിയല്ലോ, പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ പകർന്നല്ലോ. മടികൂടാതെ പറഞ്ഞിട്ട് രാജകീയ പുരോഹിത വർഗമാക്കിയല്ലോ, സ്വർഗസ്ഥലങ്ങളിൽ നിന്ന് ഇരുത്തിയല്ലോ, ഓമന പേർച്ചൊല്ലി വിളിച്ചല്ലോ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ പകർന്നല്ലോ, നിത്യതയുടെ അവകാശിയാക്കി മാറ്റിയല്ലോ, രാജകീയ പുരോഹിത വർഗമാക്കിയല്ലോ, അവിടുത്തെ മകനാക്കി മകളാക്കി തീർത്തല്ലോ. 42ാമത്തെ തലമുറയോട് നമ്മളെ ആടിച്ചു. ഈ 42ാമത്തെ തലമുറയുടെ മറ്റ് 2 പ്രത്യേകതകളോട് പറയാം. വേഗത്തിൽ പറയാം. 22ാം സങ്കീർത്തനം 31ാമത്തെ വാക്യം. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് നീതിയെ വർണ്ണിക്കും. 42ാമത്തെ തലമുറയുടെ പ്രത്യേകത, ഇവർക്കൊരു ദൗത്യമുണ്ട്. നിങ്ങൾ ആമേൻ പറഞ്ഞാലേ ഇല്ലെങ്കിൽ നിങ്ങൾ 42ാമത്തെ തലമുറയിലുള്ളവരാണെങ്കിൽ you have an assignment. നിനക്ക് ചെയ്യാനൊരു ദൗത്യമുണ്ട്, നിനക്ക് ചെയ്തു തീർക്കാനൊരു ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം? സങ്കീർത്തനക്കാരൻ പറയുക. സങ്കീർത്തനക്കാരൻ നോക്കിയേ, യേശു ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യൻ, അദ്ദേഹം പറയുക ഈ തലമുറയ്ക്കൊരു ദൗത്യമുണ്ട്. എന്താണ് തലമുറയുടെ ദൗത്യം? AC ഹോളുള്ള സഭയ്ക്കകത്ത് വന്നിരുന്ന് ഉറങ്ങുക എന്നതാണോ? അല്ല, വരുവാനിരിക്കുന്ന തലമുറയോട്. അങ്ങനാണോ? അല്ല, ജനിപ്പാനിരിക്കുന്ന തലമുറയോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാട്ട്. ജനിപ്പാനുള്ള അവൻ നിവർത്തിച്ചിരിക്കുന്നു, അവൻ നിവർത്തിച്ചിരിക്കുന്നു. ഇത് ഞാൻ ആദ്യം വായിച്ചപ്പോൾ ചിന്തിച്ചു, ദമാം
സെൻട്രൽ ഹോസ്പിറ്റലിലെ മെറ്റേണിറ്റി വാർഡിലോട്ട് ചെന്ന് ജനിക്കാൻ പോകുന്നവരുടെ അടുക്കൽ ചെന്ന് ഇത് പറയണമെന്ന്. അതാണോ ഈ വാക്യത്തിന്റെ അർത്ഥം? മെറ്റേണിറ്റി വാർഡിൽ ജനിക്കാനിരിക്കുന്ന തലമുറയോടാണോ ഇത് പറയേണ്ടത്? അല്ല. പിന്നെ ഏത് തലമുറയാണ്? വീണ്ടും ജനിക്കാനിരിക്കുന്ന. എന്തോ വെളിപ്പാടായിരുന്നു. യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന രാജാവ് ദാവീദ് പറയുക, ഇവർ പ്രത്യേകതയുള്ളവരാണ്, ഇവരെവിടെ ചെന്നാലും ഒരു വാക്കുമായിട്ടാണ് ഇവർ പോകുന്നേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇവർക്ക് പറയാനൊരു വാക്കുണ്ട്. എന്നാ വാക്ക്? അയ്യോ, കേരളത്തിൽ ഭയങ്കര മഴയാ, ഇവിടാണ് ചൂടാ. ഇത് പറയാനല്ല, ഇവർക്ക് പറയാനൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നവന്റെ നീതിയെ വർണ്ണിക്കും. എന്ന് വെച്ചാൽ ഈ ദൈവദാസൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടെന്നിരിക്കട്ടെ. അദ്ദേഹം വിശ്വാസമുള്ളയാളല്ല ഇന്നും, അദ്ദേഹം കർത്താവിന് വേണ്ടിയുള്ള ആളല്ലായിരുന്നു ഇരിക്കട്ടെ. ഇമാജിൻ ചെയ്യണേ. ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കട്ടെ, എൻ്റെ പൊന്നു ദൈവദാസനെ കടഭാരമാണ്, എൻ്റെ പൊന്നു ദൈവദാസനെ രോഗമാണ്, ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എന്നോട് പറയുന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞു, എന്തോ പറയാനാ, എനിക്കും ഇങ്ങനൊക്കെ തന്നെയാണ്. ഒരു കയറ്റമുണ്ടെങ്കിൽ കയറ്റമുണ്ടെങ്കിൽ ഒരിറക്കമുണ്ട്. എന്തോ ചെയ്യാനാ? ദൈവം നമ്മളെയൊക്കെ പരീക്ഷിക്കുമായിരിക്കും. ഇതല്ല കേൾക്കുന്ന എന്റെ മറുപടി. നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? ആ ബ്രദർ, ആ ദൈവദാസൻ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് പറയുക, ഞാൻ തകർന്നവനാണ്, ഞാൻ ധരിപ്പണമായിരിക്കുന്നു, ഞാൻ ശാപം നിറഞ്ഞാണെന്ന് പറയുമ്പോൾ ഇതിനകത്തിപ്പോൾ ഇരിക്കുന്ന നിനക്ക് പറയാൻ വ്യവസ്ഥയില്ല. എന്ത് പറയാൻ? ഓ, ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ കാര്യം. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്. എല്ലാം തലേവിദ്യ. ഇത് പറയാനല്ല നീ വന്നത്. നീ പറയാൻ ഒറ്റ കാര്യം. എന്താ നീ പറയേണ്ടത്? അവനത് നിവർത്തിച്ചിരിക്കുന്നു, അവന്റെ നീതിയെ വർണ്ണിക്കണം. സിസ്റ്ററെ പ്രശ്നമാണോ? ബ്രദറെ പ്രശ്നമാണോ? ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാ. പ്രശ്നം പ്രയാസം ഇല്ലെന്നല്ല ബ്രദറെ അതിന്റെ അർത്ഥം. ആ പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ പറയണം, നടത്തുന്ന ഒരുവനുണ്ട്, വിടുവിക്കുന്ന ഒരുത്തനുണ്ട്. എന്തു പറയണം? അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന അവന്റെ നീതിയെ വർണ്ണിക്കും. 32 വർഷങ്ങൾക്ക് പുറകിൽ ബോംബെയിൽ മരിക്കാൻ വിഷം മേടിച്ചു വെച്ച എന്റെ പിതാവിനോട് ഒരു പാസ്റ്റർ പറഞ്ഞു, പേടിക്കണ്ട, കർത്താവ് അടഞ്ഞ വഴികളെ തുറക്കും. അതിദാസൻ പറഞ്ഞു, തകർന്നിടത്തു തന്നെ നിന്നെ മാനിക്കും. അന്ന് ഇവിടെ ദമാം എയർപോർട്ടല്ല, തെഹ്റാൻ എയർപോർട്ടിൽ നിന്നും ബാൻ ചെയ്ത പാസ്പോർട്ടുമായി എന്റെ പപ്പായെ തലയൊക്കെ മൊട്ടയടിച്ച് ഇവിടുന്ന് കയറ്റിവിട്ടു. ആ പാസ്റ്റർ പറഞ്ഞു, യേശു ജീവിക്കുന്നത് കൊണ്ട് ഈ ദേശത്ത് തന്നെ നീ വീണ്ടും അവസാനം ഇത് പറയുമ്പോൾ മരിക്കാൻ വേണ്ടി വിഷം മേടിച്ച് റൂമിനകത്ത് വെച്ചിരിക്കുക. എന്റെ മാതാവും 2 സഹോദരിമാരും ഞങ്ങളും 5 പേരടങ്ങുന്ന കുടുംബത്തെ നോക്കി പറഞ്ഞു, ഏത് ദേശത്തുനിന്ന് നിന്നെ കയറ്റിവിട്ടോ അതേ ദേശത്ത്, വേറെ രാജ്യത്തല്ല, മസ്കറ്റോ ഒമാനോ ഖത്തറോ അല്ല, സൗദി അറേബ്യ തന്നെ ദൈവം നിന്നെ കൊണ്ടുപോകും. കാരണം നമ്മൾ ആരാധിക്കുന്ന കർത്താവ് മരിച്ചിട്ടില്ല.
ഈ രാത്രി ചങ്ങലകൾ പൊട്ടുന്ന സൗണ്ടിനെ കാര്യം കേട്ടു. അതിന്റെ വാതിലുകൾ തുറക്കുന്നതിന് രാത്രി ഞാൻ കേട്ടു. പരിശാലിക ബന്ധങ്ങൾ അണിയുന്നതിന് രാത്രി ഞാൻ അറിയും. ആത്മാവിന്റെ ഭയത്തോടെ രാത്രി പ്രാർത്ഥിക്കുന്ന വീട്ടിലേക്ക് ഈ രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കും. അറിയാം, എന്റെ പിതാവിനെ ഈ ദേശത്തേക്ക് തന്നെ ദൈവം കൊണ്ടുവന്നു. വീണ്ടും 25 വർഷത്തോളം ഈ രാജ്യത്ത് നിന്ന് അവനെ അധ്വാനിക്കാൻ കഥവിടയാക്കി. ഈ ദേശത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സുവിശേഷിക്കാൻ ഇടയായി. ഞങ്ങളുടെ സ്നേഹിതൻ ജോസാൻ ജുബൈലിൽ നിന്ന് വന്നിട്ടുണ്ട്. ജോസാൻ അറിയാം, എവിടെ വാതിലണഞ്ഞോ അവിടെ തന്നെ തുറക്കുകയും ഇന്ന് രാത്രി അതേ ദൂരം വേണ്ടിയവരോട് പറയാം, എവിടെ നീ കാണുന്നില്ല സാധ്യത എന്ന് പറഞ്ഞോ അവിടെ തന്നെ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. പ്രതികൂലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഈ 42ാമത്തെ തലമുറയ്ക്ക് പറയാൻ ഒരു വാക്കുണ്ട്. ഉണ്ടോ? ഉണ്ടോ? എന്താ വാക്ക്? അത് ഭയങ്കരമായിട്ട് അത് പ്രസംഗിക്കണം. ഇന്ന് രാത്രി മൊത്തം വേണം. It is finished. എവിടെ വെച്ചാ യേശു പറഞ്ഞ കാൽവറി ക്രൂശ്. ശാപത്തിനടിയിലല്ലേ? ഉദാഹരണമാണ്. ശാപത്തിനടിയിലല്ലേ? ഭയപ്പെടണ്ട. കാൽവറി യേശു ശാപത്തിന്റെ മുള്ളിനെ ഓടിച്ചിരുന്നു. പ്രശ്നമല്ലേ? പേടിക്കണ്ട. അവന്റെ ശരീരത്തെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങളെ കേൾക്കുന്നുണ്ടോ? മരണഭയമാണോ പേടിക്കുന്നത്? മരണഭയമാണോ? പേടിക്കണ്ട. അവൻ തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്നേക്കും മാറ്റിയിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നുപോയി എന്ന് പറയാനല്ല, ചെലവുമായിട്ടാണ് ഇവിടെ ഇറങ്ങിപ്പോകുന്നത്. പാപമാണോ പറഞ്ഞ പ്രശ്നം? രഹസ്യഭാവവും പരസ്യഭാവമാണോ പ്രശ്നം? പേടിക്കണ്ട. പാപത്തിന്റെ ശിക്ഷയെ യേശു കാൽവറിയിൽ നിവർത്തിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോ യോഹന്നാൻ 19:31 പറയുന്നു, സകലതും നിവൃത്തിയായി. പാപം, ശാപം, രോഗം, മരണം, ദാരിദ്ര്യം അതിന് വേണ്ടുന്നത് മുഴുവനും നിവർത്തീകരിച്ചിട്ട് യേശു 42ാമത്തെ തലമുറയോട് പറഞ്ഞു, ഭൂമി മുഴുവനും പോണം, ഞാൻ ചെയ്തതൊക്കെ പ്രസ്താവിക്കണം. എന്താ ചെയ്യേണ്ടത് പറയാമോ? അവർക്ക് വേണ്ടിയുള്ളതും മുഴുവനും ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി എന്റെ വചനം കേൾക്കുന്ന ചെറിയ കുഞ്ഞാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, സഹോദരനോ സഹോദരിയാകട്ടെ, ഇന്ന് രാത്രി മുതൽ നിന്റെ ആദരത്തിനകത്ത് ഈ ശബ്ദം മുഴങ്ങട്ടെ. He finished everything on the cross of Calvary. അവൻ കാൽവറി മലയുടെ മുകളിൽ എനിക്ക് വേണ്ടിയുള്ളത് മുഴുവൻ നിവർത്തിച്ചു. പക്ഷെ ഇപ്പോഴത്തെ സഭയിൽ ചിലര് പറയുക കുറുന്തോട്ടിക്കും വാദമാണ് എന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കേണ്ട കുറുന്തോട്ടിക്ക് പ്രശ്നം. ഇന്ന് രാത്രി ആ പ്രശ്നത്തെ അവിടെ തന്നെ ഇരുത്തി പ്രശ്നത്തോട് പറഞ്ഞു, നീ പോയി പണി നോക്ക. ഞാനിത് 100 പേരോടെങ്കിലും പറയും, ഞാനിത് കുറച്ചു പേരോടെങ്കിലും പറയും. ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടു എന്റെ മുമ്പിൽ അസാധാരണ വാതിലുകൾ തുറക്കുന്നു. ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ, സഹോദരിമാർ എഴുന്നേൽക്കട്ടെ. ഒന്നും ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി ഓർഡർ മുഴുവൻ
ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കാൽവരി മലമേൽ മുൾമുടി ശിരസിൽ വഹിച്ചു എന്റെ വേദന സർവ്വവും നീക്കി എന്നെ പുതുജീവൻ പകർന്നിടാ. സോണി ബ്രദറെ ആ വാക്യം ഒന്നുകൂടെ വായിക്കണം. വരുവാനി വന്ന് ജനിപ്പാൻ എല്ലാവരും പറഞ്ഞിട്ട് ആരോടാ ജനിക്കുന്നത് എവിടെയാ? സാധാരണ മെറ്റേണിറ്റി വാർഡില്ല. പക്ഷെ ആ ജനനമല്ല ഇത്, വീണ്ടും ജനിപ്പാനിരിക്കുന്നവരോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു. ഒന്നും പേടിക്കേണ്ട ബ്രദറെ, ബാൻ ചെയ്താതെ ദമാമിൽ തന്നെ നിന്നെ ഇറക്കുമെന്ന് 32 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പാടായിരുന്നു. പക്ഷേ അതേ രാജ്യത്ത്, അതേ സ്ഥലത്ത്, അതേ ആളുകളുടെ നടുവിൽ എന്റെ കഥാവ് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ആ വചനത്തെ ഒരിക്കൽ കൂടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മറ്റൊരു തരയും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നിനക്ക് 14 വർഷങ്ങൾക്ക് മുമ്പേ 13 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മൂത്ത കുഞ്ഞ് ജനിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന് പ്രശ്നമുണ്ട്. അവന് 2 ഹോളുണ്ട്. 2 ഹോള് അടയാൻ സാധ്യത കുറവ്. 6 ലക്ഷം രൂപ വേണം. അമൃത ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഡോക്ടർ മഹേഷ് ഓപ്പറേഷൻ ചെയ്യണം. ആ വിഷമത്തോടെ തിരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഒരു മീറ്റിംഗിനകത്ത് ചെല്ലുമ്പോൾ ആ മീറ്റിംഗിൽ കേട്ട ശബ്ദം ഇങ്ങനെയാണ്: നിന്റെ ശരീരത്തിൽ നടക്കേണ്ട ഓപ്പറേഷൻ കാൽവറിയിൽ നടന്നു കഴിഞ്ഞു. നിന്റെ ശരീരത്തിൽ നടക്കേണ്ട ഓപ്പറേഷൻ ഓൾറെഡി ഡൺ ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. കാൽവറിയിൽ നടന്നു കഴിഞ്ഞു. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ശരീരത്തിൽ നടക്കേണ്ട ഓപ്പറേഷൻ ഇന്ന് രാത്രി ക്യാൻസർ. ഈ കുഞ്ഞിനെ 15 ദിവസം കഴിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആ വചനം എന്നെ കത്തിച്ചു. എന്റെ 19ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ അന്ന് രാത്രിയിലാണ് ആ വചനം എന്റെ മേൽ ജഡമായി ഇറങ്ങി വന്നത്. ആ വചനത്തെ ഞാൻ പിടിച്ചു. തിരിച്ചു വീട്ടിൽ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ മേത്ത് നടക്കേണ്ട ഓപ്പറേഷൻ കാൽവറിയിൽ നടന്നത് കൊണ്ട് ഈ ഓപ്പറേഷൻ നടക്കത്തില്ല. ഇതിനെ ക്യാൻസൽ ചെയ്യണോ? എല്ലാ ദിവസവും പറയാൻ തുടങ്ങി. വീണ്ടും അമൃത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ മഹേഷ് പറയുകയാണ് അല്പം വ്യത്യാസമുണ്ട്, നമുക്ക് 1 മാസം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒന്നല്ല, എത്ര മാസം വേണേലും വെയിറ്റ് ചെയ്യാം. അടുത്ത മാസം ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും വ്യത്യാസമുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. 8 പ്രാവശ്യം പോയി വന്നു നിന്നപ്പോൾ 8ാമത്തെ മാസം ഡോക്ടർ പറയുകയാണ് ഓപ്പറേഷൻ ക്യാൻസൽ ആയിരിക്കുകയാണ്. കാരണം ഓപ്പറേഷൻ കൊണ്ട് നടക്കേണ്ട കേസ് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമായിരിക്കും. ഈ രാത്രിയിലെ അനുഭവത്തിൽ ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം, അവന്റെ അടിപ്പിണരുകളാ നമുക്ക് സൗഖ്യം വന്നിരിക്കും. കാൽവറിയിൽ യേശു അത് നിവർത്തിച്ചിരിക്കും. സന്തോഷത്തോടെ അടുത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നിവർത്തിച്ചിരിക്കുന്നു. അവൻ നിവർത്തിച്ചു. നിവർത്തിച്ചു. അസാധാരണമായ വാതിലുകൾ തുറക്കുന്നു. പട്ടണങ്ങളുടെ കീ ദൈവം നിങ്ങളുടെ ഈ കീയുമായി ബന്ധപ്പെട്ട ഒരു സ്വപ്നം ഈ ദിവസങ്ങളിൽ കാണുമോ? കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കീയുമായി ബന്ധപ്പെട്ട സ്വപ്നം കർത്താവ് തരിക. ഇന്ന് രാത്രി ചിലരുടെ മേൽ കർത്താവ് കീകൾ ഏൽപ്പിക്കണം. സ്വർഗ്ഗം തുറന്നിരിക്കുന്ന ശുഭപ്രദയുടെ തലമുറ എഴുന്നേൽക്കുക. ഇത് പറയാൻ, ലോകത്തോട് പറയാൻ, യേശു മരിച്ചിട്ടില്ല, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയാൻ ചില തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. എങ്ങനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും സുജീവിക്കുന്നത് അതിൻ്റെ ഒരു നിറവ് ഈ രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നു. അതെനിക്ക് വേണമെന്ന് പറയുന്ന ഒരു കാലം ഉയർത്തിപ്പിടിച്ച് ചിലരിൽ പരിശുദ്ധാത്മാവ് തൊടുന്നത് നമുക്കാണ്. പരിശുദ്ധാത്മാവ് രാത്രി ചില തൊടുന്നത് കാണാം.
ചില കുടുംബങ്ങളിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നത് അന്യാരാധനയുടെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി പൊട്ടുന്നത് ചങ്ങലകൾ ഇന്ന് രാത്രി പൊട്ടുന്നത് ഞാൻ കാണും. ഇതിനകത്തുനിന്ന് ഒരു പവർഫുൾ തലമുറ ദൈവം എഴുന്നേൽപ്പിക്കും. ഇതിനകത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തുന്നത് ഞാൻ കാണും. ഇതിനകത്തിരിക്കുന്ന തലമുറകളെ ഓർത്തൊന്ന് സ്വപ്നം ചെയ്യാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ടോ? ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടെ ഇല്ലെങ്കിലും അവരെ ഓർത്ത് സ്വപ്നം ചെയ്താട്ടെ. 42ാമത്തെ തലമുറ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് എഴുന്നേറ്റോണ്ട് വിളിച്ചു പറയുന്നു, He is alive. அன்பு கூறுவே இன்னும் அதிகமா ஆராதிப்பே இன்னும் ஆழமா அன்பு கூறுவே இன்னும் அதிகமா ஆராதிப்பே இன்னும் ஆழமா